അടുത്തത് നെയ്യാർ. നെയ്യാർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് എന്ത്? നെയ്യാർ എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിലെ തെക്കേ അറ്റത്തെ നദിയാണ് എന്ത്? നെയ്യാർ എന്ന് പറയുന്നത്. തെക്ക് കേരളത്തിലെ തെക്ക് എന്ന് പറയുന്നത് ഏതാ? തിരുവനന്തപുരം. അപ്പം കേരളത്തിലെ തെക്കേ അറ്റത്തെ നദിയാണ് ഏത്? നെയ്യാർ എന്ന് പറയുന്നത്. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാ? അഗസ്ത്യമലയിൽ, അതായത് പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിലാണ് നെയ്യാറിന്റെ ഉത്ഭവം. നെയ്യാറിന്റെ പോഷക നദികളാണ് ഇത് കല്ലാറും കരവലയാറും. കല്ലാറും കരിവലയാറും ആരുടെ പോഷക നദിയാ? നെയ്യാറിന്റെ പോഷക നദിയാ. പിന്നെ അതുപോലെ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? അതായത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ അതായത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാ? അരുവിപ്പുറത്താ. അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താ? നെയ്യാറിന്റെ തീരത്താ. ഓക്കെ. അപ്പൊ കേരളത്തിലെ തെക്കേ അറ്റത്തെ നദിയാണ് ഇത് നെയ്യാറ്. നെയ്യാറിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ അഗസ്ത്യമല, അതായത് പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിലാണ് നെയ്യാറിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത്. നെയ്യാറിന്റെ പോഷക നദികളാണ് ഏതൊക്കെ? കല്ലാറും കരവലയാറും. പിന്നെ ശ്രീനാരായണ ഗുരു ഒരു ശിവപ്രതിഷ്ഠ എവിടെ നടത്തിയായിരുന്നു? അരുവിപ്പുറത്ത് നടത്തിയായിരുന്നു. ഈ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താ ഉള്ളത്? നെയ്യാറിന്റെ തീരത്താ ഉള്ളത്. മരംകുന്ന് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അതും എവിടെ? നെയ്യാറ്. നെയ്യാറിന്റെ തീരത്താണ് എന്ത്? മരംകുന്ന് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മരംകുന്ന് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നെയ്യാറ്. നെയ്യാറിന്റെ തീരത്താണ് മരംകുന്ന് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നെയ്യാർ പതിക്കുന്നത് എവിടെ? അറബിക്കടലിൽ. നെയ്യാർ പതിക്കുന്നത് അറബിക്കടലിൽ. അപ്പൊ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് ഇത് നെയ്യാറ്. നെയ്യാറിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടത്തിലെ ഇവിടെ അഗസ്ത്യമലയിലാണ്. പിന്നെ നെയ്യാറിന്റെ പോഷക നദികളാണ് ഏതൊക്കെ? കല്ലാറും കരവലയാറും. പിന്നെ ശ്രീനാരായണ ഗുരു ഒരു ശിവപ്രതിഷ്ഠ എവിടെ ചെയ്തായിരുന്നു? അരുവിപ്പുറത്ത് നടത്തിയായിരുന്നു. അത് ഏത് നദിയുടെ തീരത്താണ്? അത് നെയ്യാറിന്റെ തീരത്താണ്. പിന്നെ അതുപോലെ മരക്കുന്നം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? നെയ്യാറിന്റെ തീരത്ത് തന്നെയാണ്. പിന്നെ നെയ്യാർ പതിക്കുന്ന എവിടെ? അറബിക്കടലിൽ. മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് എന്ത്? മഞ്ചേശ്വരം പുഴ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയും കൂടെയാണ് ഇത് മഞ്ചേശ്വരം പുഴ. വടക്ക് എന്ന് പറയും കാസർഗോഡ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം. അതുപോലെ കേരളത്തിലെ വടക്കേ അറ്റത്തെ നദിയും കൂടിയാണ് മഞ്ചേശ്വരം എന്ന് പറഞ്ഞത്. അപ്പൊ തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ. അപ്പൊ കേരളത്തിലെ വടക്കേ അറ്റത്തെ നദിയാണ് ഏത്? മഞ്ചേശ്വരം. മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് എവിടെ? ബാലപൂണി കുന്നുകളിലാണ്. ബാലപൂണി കുന്നുകളിലാണ് മഞ്ചേശ്വരത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഇവിടെ ബാലപൂണി കുന്നുകളിൽ. പിന്നെ തലപ്പാടി പുഴ എന്നറിയപ്പെടുന്നത് ആരാ? മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം അറിയപ്പെടുന്നത് തലപ്പാടി പുഴ എന്നറിയപ്പെടുന്നത് ആരാ? മഞ്ചേശ്വരമാണ്. പിന്നെ മഞ്ചേശ്വരം പുഴയുടെ പതന സ്ഥാനം എന്ന് പറഞ്ഞാൽ ഉപ്പളക്കായലിലാണ് ഇത് മഞ്ചേശ്വരത്തിന്റെ പതനം. ഉപ്പളം എവിടെയാ? ഉപ്പളം കാസർഗോഡാണ്. മഞ്ചേശ്വരം കാസർഗോഡാണല്ലോ. കാസർഗോഡ്. അപ്പം മഞ്ചേശ്വരം പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് എന്ത്? മഞ്ചേശ്വരം എന്ന് പറഞ്ഞാൽ. അതുപോലെ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദിയും കൂടിയാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരം ഉത്ഭവിക്കുന്ന എവിടെ? പാലപ്പൂണി കുന്നുകളിലാണ്. അതുപോലെ തലപ്പാടി പുഴ എന്നറിയപ്പെടുന്നതും അത് തന്നെയാണ്, മഞ്ചേശ്വരം തന്നെയാണ്. പിന്നെ മഞ്ചേശ്വരം എവിടെ? മഞ്ചേശ്വരം പുഴയുടെ പതനം എന്ന് പറയുന്നത് എവിടെ? ഉപ്പളക്കായൽ. ഉപ്പളക്കായൽ എവിടെയുള്ളത്? കാസർഗോഡിൽ. മറ്റേ ഉത്ഭവം എന്ന് പറഞ്ഞത് ബാലപ്പൂണി കുന്നുകൾ, അതും കാസർഗോഡിൽ തന്നെയാണ്. പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാ?
കാസർഗോഡാണ്. അതുപോലെ കാസർഗോഡ് ജില്ലകളിൽ ഒഴുകുന്ന നദികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 12. അപ്പൊ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല എവിടെ? കാസർഗോഡിലാണ്. അതുപോലെ കാസർഗോഡിൽ ഒഴുകുന്ന നദികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 12. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അടുത്തത് ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗിരി പുഴ എന്ന് പറഞ്ഞാൽ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ആര്? ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി. അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന നദിയാണ് ഏത്? ചന്ദ്രഗിരി പുഴ. ആരുടെ? ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെട്ട കേരളത്തിലെ നദിയാണ് ഏത്? ചന്ദ്രഗിരി പുഴ. പെരുമ്പുഴ, പായസ്വിനി എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പൊ ഏതൊക്കെ പേരിൽ ചന്ദ്രഗിരി പുഴ അറിയപ്പെടുന്നുണ്ട്? പെരുമ്പുഴ, പായസ്വിനി എന്നീ പേരുകളിലൊക്കെ ആരറിയപ്പെടുന്നുണ്ട്? ചന്ദ്രഗിരി പുഴ അറിയപ്പെടുന്നുണ്ട്. അപ്പം ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. പിന്നെ അതുപോലെ പെരുമ്പുഴ, പായസ്വനി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് നദിയാ? ചന്ദ്രഗിരി പുഴയാണ്. പിന്നെ മലയാളക്കരയ്ക്ക് തുളുനാടിനും ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കിയ പുഴ. അതായത് മലയാളിക്കരയ്ക്ക് തുളുനാടിനും ഇടയിൽ മലയാളക്കരയ്ക്കും തുളുനാടിനും ഇടയ്ക്ക് പരമ്പരാഗത അതിരായി കണക്കാക്കിയ പുഴയാണ് ഇത്? ചന്ദ്രഗിരി പുഴ. അപ്പം ഏതൊക്കെ എന്താ ഏതിന്റെയൊക്കെ ഇടയിലാണ് ഒരു അതിരായിട്ട് ഈ ചന്ദ്രഗിരി പുഴ നിൽക്കുന്നത്? മലയാളക്കരയ്ക്കും അതുപോലെ തുള്ളനാടിനും ഇടയിലാണ് പരമ്പരാഗത അതിരായി ആര് ഏത് പുഴയാ കണക്കാക്കിയിരുന്നത്? ചന്ദ്രഗിരി പുഴ. അതുപോലെ കാസർഗോഡ് പട്ടണത്തിൽ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ഇത്? ചന്ദ്രഗിരി പുഴ. അപ്പം കാസർഗോഡ് ജില്ലയിലെ യു ഷേപ്പിൽ ഒഴുകുന്ന നദി ഏതാ? അതായത് കാസർഗോഡ് പട്ടണത്തിന് യു ഷേപ്പിൽ ചുറ്റി ഒഴുകുന്ന നദിയും കൂടിയാണ് ചന്ദ്രഗിരി പുഴ. അപ്പം സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. പെരുമ്പുഴ, പായസിനി എന്നിങ്ങനെ അറിയപ്പെടുന്ന നദിയും കൂടിയാണ് എന്ത്? ചന്ദ്രഗിരി പുഴ. പിന്നെ മലയാളക്കരയ്ക്ക് തുളുനാടിനും ഇടയിൽ പരമ്പരാഗത അതിരായി കണക്കാക്കിയ പുഴയും കൂടിയാണ് ഏത്? ചന്ദ്രഗിരി പുഴ. പിന്നെ കാസർഗോഡ് പട്ടണത്തിന് ചുറ്റും യു ആകൃതിയിൽ ഒഴുകുന്ന നദിയും കൂടിയാണ് ഏത്? ചന്ദ്രഗിരി പുഴ. അടുത്തത് കല്ലടയാർ. കല്ലടയാറിന്റെ പോഷക നദികളാണ് ഏത്? കുളത്തൂപ്പുഴയും ചെന്തുരുണിയും കൽത്തുരുത്തിയും. ഓക്കെ, അപ്പൊ കല്ലടയാറിന്റെ പോഷക നദികളാണ് ഏത്? കുളത്തൂപ്പുഴയും ചെന്തുരുണിയും കൽത്തുരുത്തിയും. പിന്നെ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? കല്ലടയാർ. അപ്പം പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്ത്? കല്ലടയാറിന്റെ തീരത്താണ് ഏത്? പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതുപോലെ പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കല്ലടയാറില്ല. പിന്നെ കല്ലടയാറിന്റെ പതനം എന്ന് പറയുന്നത് അഷ്ടമുടിക്കായൽ. അഷ്ടമുടിക്കായൽ എവിടെ? കൊല്ലത്താണ് അഷ്ടമുടിക്കായൽ. അപ്പം കല്ലടയാറിന്റെ പോഷക നദികൾ എന്ന് പറയുമ്പോൾ കുളത്തൂർ പുഴയും ചെന്തുരുണിയും കൽത്തുരുത്തിയും. പിന്നെ അതുപോലെ പുനലൂർ തൂക്കുപാലവും പാലരുവി വെള്ളച്ചാട്ടവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറ്റിലാണ്. പിന്നെ കല്ലടയാറിന്റെ പതനം എന്ന് പറയുന്നത് എവിടെ? അഷ്ടമുടിക്കായൽ. അഞ്ചരക്കണ്ടിപ്പുഴ തലശ്ശേരി താലൂക്കിലെ കണ്ണോത്ത് വനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ അഞ്ചരക്കണ്ടിപ്പുഴ ഉത്ഭവിക്കുന്ന എവിടെയാ? തലശ്ശേരി താലൂക്കിലെ കണ്ണോത്ത് വനത്തില്. അപ്പൊ തലശ്ശേരി താലൂക്കിലെ കണ്ണോത്ത് വനത്തിലാണ് ആര് ഉത്ഭവിക്കുന്നത്? അഞ്ചരക്കണ്ടിപ്പുഴ ഉത്ഭവിക്കുന്നത്. പിന്നെ അതുപോലെ അതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇത്? ഇടുമ്പത്തോട്, പുത്തോട്. ഈ രണ്ടെണ്ണമാണ് ഇതിന്റെ പോഷക നദി എന്ന് പറയുന്നത്. പോഷക നദികളാണ് ഏത്? ഇടുമ്പത്തോടും
കപ്പത്തോടും. ഇടുമ്പത്തോടും കപ്പത്തോടുമാണ് ഏതിന്റെ പോഷക നദി? അഞ്ചരക്കണ്ടി പുഴയുടെ പോഷക നദി. പിന്നെ കണ്ണൂർ ജില്ലയിലൂടെ ഏതിലെ ഒഴുകുന്നത്? അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഒഴുകുന്നത്. ഏകദേശം 200 ഏക്കറിൽ പരന്നു കിടക്കുന്ന അഞ്ചരക്കണ്ടി നദിയുടെ തീരത്ത് കറുവപ്പെട്ട താഴ്വര. അപ്പം ഈ അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്നത് എവിടെ? കണ്ണൂർ ജില്ലയിലാണ്. അപ്പം ഇതൊരു 200 കിലോമീറ്റർ ഇത് പരന്നു കിടക്കുവാണ് ഏത്? അഞ്ചരക്കണ്ടി പുഴ. അപ്പൊ അതിന്റെ തീരത്തായിട്ട് കറുവപ്പട്ടയുടെ ഒരു താഴ്വരയുണ്ട്. അപ്പൊ ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവപ്പട്ട തോട്ടമാക്കി കണക്കാക്കപ്പെടുന്നത് ഏതാ? ഈ അഞ്ചരക്കണ്ടി പുഴയുടെ തീരത്തുള്ള കറുവപ്പട്ടേനെയാണ് ഏറ്റവും വലിയ കറുവപ്പട്ട തോട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പം അഞ്ചരക്കണ്ടി പുഴ എന്ന് പറഞ്ഞാൽ തലശ്ശേരി താലൂക്കിലെ കണ്ണോത്ത് വനത്തിലാണ് ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. എന്തൊക്കെ പോഷക നദിയുണ്ട്? ഇടുമ്പത്തോടും അതുപോലെ കപ്പുത്തോടുമാണ് ഇതിന്റെ പ്രധാന പോഷക നദി.